ഹലോ ഫ്രണ്ട്സ്, നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒന്നാണല്ലോ ചേന അഥവാ എലിഫൻറ്റ് യാം. നമുക്കിന്ന് ഒരു ചേന റോസ്റ്റ് തയ്യാറാക്കിയാലോ? മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. ചേന റോസ്റ്റ് തയ്യാറാക്കുവാനായി നമുക്ക് ചേന ഇതുപോലെ ചെറിയ ക്യൂബുകളായി കട്ട് ചെയ്തെടുക്കാം. ക്യൂബുകളായി കട്ട് ചെയ്ത 3 കപ്പ് ചേനയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് നന്നായി കഴുകിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേന മൂടിക്കിടക്കുവാൻ തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേവിക്കുവാനായി നമുക്കിത് വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ആദ്യമായി നമുക്കൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ തയ്യാറാക്കി വയ്ക്കാം. അതിനായി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ തയ്യാറാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാനായി വെച്ചിരിക്കുന്ന ചേന വെന്തു വന്നിട്ടുണ്ട്. ചേന അധികം വെന്തു പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഗോൾഡൻ നിറം ആകുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായി ഡ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഈ ഒരു ചേന റോസ്റ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.